ഇന്നൊരു സെൽഫ് പാമ്പറിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ സെൽഫും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, പിന്നെ നമുക്ക് സമയം കിട്ടാറില്ല, അങ്ങനെ അതൊക്കെ മുടങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കാലുമെന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പെഡിക്യൂർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഷാമ്പൂ ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാല് അതിനകത്ത് സോർക്ക് ചെയ്ത് വെക്കാം. ഇതിനു വേണ്ടി ക്യാഷ് മുടക്കേണ്ട യാതൊരു ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഷാമ്പൂവും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കാലതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിൻ്റെയൊക്കെ മേലെയായി. ഇത് മാസത്തിൽ 2-3 പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കാലിൻ്റെ ടാനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. കാലൊന്ന് പൊതിർന്നതിന് ശേഷം ഞാൻ നഖമൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ നഖത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രഷ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാലിൻ്റെ നഖത്തിന് നല്ലൊരു നിറം കിട്ടും. പിന്നെ ഇതുപോലുള്ളൊരു ബ്രഷ് എടുത്തിട്ട് കാല് നല്ലപോലെ തേച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ഉപ്പൂറ്റിലുള്ള തായമ്പൊക്കെ നല്ലപോലെ ഇളകിങ്ങ് പോരും. കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ നമ്മുടെ കാല് വെച്ചപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് തേക്കുമ്പോൾ അതൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും കേട്ടോ. പിന്നെ നമ്മുടെ കാല് നല്ലപോലെ സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കാല് ക്ലീൻ ആക്കിയതിന് ശേഷം നഖത്തിൻ്റെ മുകളിലൊക്കെ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു. ഈ ഒരു ബ്ലാക്ക് കളറ് നെയിൽ പോളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൈ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് നഖം ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ കൈമിൽ വാസലിൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ നെയിൽ പോളിഷ് ഇടുന്നത്. അപ്പോൾ ഇടത്തെ കയ്യിൽ മാത്രമാണ് കേട്ടോ ക്യൂടെക്സ് ഇടാറുള്ളൂ, വലത്തെ കയ്യിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇടത്തെ കയ്യിൻ്റെ നഖത്തിൻ്റെ മുകളിൽ ഞാനൊരു ബ്രൗൺ കളറ് ക്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് നെയിൽ പോളിഷൊക്കെ വാങ്ങിക്കൊണ്ടാക്കും, പക്ഷേ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ചിലതൊക്കെ കേടാവാതെ നിൽക്കും, ചിലതൊക്കെ കേടായി പോവും. അങ്ങനെ കുറേയൊക്കെ ഞാൻ ഒഴിവാക്കാറുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഐബ്രോസ് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുഖമൊക്കെ കഴുകി ഒന്ന് നനച്ചതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ് ക്രീം പുരട്ടി കൊടുക്കുന്നത്. പാർലറിൽ പോകാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ എൻ്റെ ഐബ്രോസ് എടുക്കാറ്. ഞാനൊരു +2 പഠിക്കുന്ന ടൈം മുതൽ എൻ്റെ ഐബ്രോസ് എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പാർലറും പോവും. അപ്പോൾ ഈ ഒരു ഐബ്രോ റേസർ കൊണ്ടാണ് കേട്ടോ ഞാനിപ്പം പുരിക എടുക്കാറ്. ആദ്യമൊക്കെ ബ്ലേഡ് കൊണ്ട് എടുക്കാറുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടി സേഫാണ്, നമുക്ക് മുറിയാനുള്ള ചാൻസൊക്കെ കുറവാണ് കേട്ടോ. ബ്ലേഡ് കൊണ്ടാകുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ നല്ല കട്ടിയുള്ള ഐബ്രോ ആണല്ലോ. എനിക്ക് ക്യാമറയിൽ നോക്കി ഐബ്രോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ മിറർ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്നായിരിക്കും നമ്മുടെ ഐബ്രോസിൻ്റെ കാര്യം നമ്മൾ നോക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു റേസർ കൊണ്ടാണ് കേട്ടോ പോക്കാറ്. പെട്ടെന്ന് തന്നെ എടുക്കാവുന്നൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മുറിയാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ.
ഫൈനലി നമ്മുടെ പിരികെടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു വൃത്തി വന്നിട്ടുണ്ട്. ഇനി ഐബ്രോസ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. പിന്നെ എൻ്റെ ഫേഷ്യൽ ഹെയറും കൂടി ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം കാണാം, നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടില്ലേ? പുരികൊക്കെ എടുത്തതിന് ശേഷം നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് മുഖത്തൊരു പാക്ക് അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ രക്താന്തനും കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് നല്ല ഒരു ബ്രൈറ്റ്നസ്സും സ്കിന്നൊന്ന് ക്ലിയർ ആകാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് അതിനുണ്ടാവും. ഇതുപോലെ കാപ്പിപ്പൊടിയും തൈരും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്, അതും നല്ലതാണ്. പരമാവധി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതുകൊണ്ട് നമുക്ക് സ്കിന്നിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. നല്ല ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ സ്കിന്നും നന്നാവും. പിന്നെ മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും മടിയായിരിക്കും, പക്ഷേ നമ്മളൊരു പ്ലാൻ ഇട്ട് ചെയ്താലെല്ലാം നടക്കും കേട്ടോ. അങ്ങനെ മാസത്തിലോ ആഴ്ചയിലോ ഒരു ദിവസം ഇതിനായിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുക തന്നെ ചെയ്യണം. ഇതിന് വേണ്ടി നമ്മൾ കുറേ പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെക്കണം. അതിനുശേഷം മുഖം ഒന്ന് കഴുകി കൊടുത്താൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. അതുപോലെ ചെറുപയർ പൊടി കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ രോമക്കുയിനകത്തുള്ള ചേറൊക്കെ പോരാനും മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ അത് ഉപയോഗിക്കാം. മുഖം സോപ്പിട്ട് കഴുകുന്നത് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ പല പ്രോബ്ലങ്ങളും മാറിക്കിട്ടും കേട്ടോ. നോർമൽ വാട്ടറിൽ മുഖം കഴുകിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയാലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം സമയം ഇരുടായിട്ടോ. അപ്പോൾ ഞാൻ മുഖം കഴുകുകയാണ്. ഇപ്പം എൻ്റെ മുഖം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്, അതെനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറമൊക്കെ മാറിക്കിട്ടും. ലാസ്റ്റ് നമ്മൾ ഹെയറിൽ താളി തേക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി താളി മിക്സിനകത്തിട്ട് അരച്ചതാണിത്. നല്ല ജെല്ല് രൂപത്തിലാണുള്ളത്. അത് കുറച്ച് നേരം മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ചെമ്പരത്തി താളിൻ്റെ ഗുണമേന്മയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. മുടി നല്ല സ്മൂത്തായിട്ട് നിൽക്കുകയും ചെയ്യും, തലക്ക് നല്ല തണുപ്പും ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ, പിന്നെ ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാണ് കേട്ടോ. ഫൈനലി നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഞാനൊരു ലിപ് ബാം എടുത്ത് ലിപ്പിൽ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ പൊതുവെ എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഫൈനലി ഞാനും മാറി. അപ്പോൾ നിങ്ങൾക്കും മാറാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.